ജാസ്മിന്റെ വാപ്പയും ഉമ്മയും റസ്മിന്റെ ഫാമിലിയും ഒക്കെ വന്നു പോയതിനു ശേഷം അവിടെ അഭിഷേകും സിജോയും നന്ദനയും ഇരുന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ അഭിഷേക് സംസാരിക്കുന്നത് നമ്മുടെ ജിൻഡോയെ കുറിച്ചാണ്. ജിൻഡോ അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അഭിഷേക് പറയുന്നുണ്ട്, അങ്ങേർക്ക് ഇപ്പോഴും നോമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണെന്നാണ് അഭിഷേക് പറയുന്നത്. എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും അങ്ങേർക്ക് ഭയങ്കര പേടിയാണ്. നമ്മളെല്ലാവരും പലതവണ അങ്ങേരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ടോപ്പ് 5 ഉണ്ടാകും ഉറപ്പാണ് എന്നുള്ളത്. പക്ഷെ അങ്ങേർക്ക് ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഈ വീട്ടിൽ ഒരാളെയും വിശ്വാസവുമില്ല. അയാൾ ടോപ്പ് 5 ഉണ്ടാവുന്നിട്ട് അങ്ങേർക്ക് ഒരു വിശ്വാസമില്ല. നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയോട് പേടിയാണ് അങ്ങേർക്ക് എന്ന് കളിയാക്കുന്ന രീതിയിൽ അഭിഷേക് അവിടെ പറയുന്നുണ്ട് സിജോയുടെ അടുത്ത്. അവിടെ ക്യാപ്റ്റൻ ആക്കാനായിട്ട് പേര് ചെയ്യണം വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങേര്. ഒരു സൗകര്യമില്ല, എല്ലാവരുടെ അടുത്തും വന്നിട്ട് വോട്ട് ചെയ്യണേ ഇത് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് എന്ന് അഭിഷേക് പറയുന്നുണ്ട്. അപ്പൊ സിജോ പറഞ്ഞു, അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നന്ദന പറഞ്ഞു, എന്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു ക്യാപ്റ്റൻസിക്ക് വോട്ട് ചെയ്യണേ, ഞാൻ നിനക്കും ചെയ്യാമെന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു. എല്ലാവരുടെ അടുത്തും ചെന്ന് ഇത് പറഞ്ഞുകൊണ്ട് നടക്കലാണ് പണി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അഭിഷേക് പറയുന്നുണ്ട്, അങ്ങേര് ക്യാപ്റ്റൻ ആവേണ്ട ആവശ്യകതയുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങേര് നോമിനേഷനിൽ വരട്ടെ, വന്നുകൊണ്ട് ഇപ്പൊ ഒന്നും സംഭവിക്കാനൊന്നുമില്ല, അങ്ങേര് വരട്ടെ എന്ന് അവിടെ അഭിഷേക് പറയുന്നുണ്ട്. അങ്ങേർക്ക് അപ്പൊ നന്ദനയും പറയുന്നുണ്ട്, അങ്ങേർക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ അങ്ങേര് നോമിനേഷനിൽ തന്നെ വരണം, നോമിനേഷനിൽ വരട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ജിൻഡോയ്ക്ക് നല്ല ഫാൻ സപ്പോർട്ട് പുറത്തുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജിൻഡോ പുറത്ത് പോവില്ല എന്നറിയാവുന്ന കാര്യമാണ്. അതവര് പലപ്പോഴായിട്ട് ജിൻഡോയുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സിജോയും ജിൻഡോയും നല്ല കമ്പനിയാണ്. ഇതിനെക്കുറിച്ചൊക്കെ സിജോയും ജിൻഡോയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരുടെ അടുത്തിരുന്ന് സിജോ ഒക്കെ ഇങ്ങനെ മൂളി കൊടുക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ജിൻഡോ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ പേടിക്കാനില്ല എന്നുള്ള കാര്യം പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്.